ഹലോ ജിമിൻ സർ, ലൈനിലല്ലേ? ആ നിങ്ങൾ പറഞ്ഞോ. എവറിത്തിങ് ഓക്കെ സർ? ജിമിൻ സർ, ആർ യു ഓക്കെ? യാ. അല്ല, ഇനി എന്താ ഉള്ളത്? എല്ലാ ഫയൽസും സബ്മിറ്റ് ചെയ്തില്ലേ? യാ സർ, എല്ലാ ഫയൽസും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അല്ല സർ, ഇന്നത്തെ ഓൺലൈൻ മീറ്റിംഗിൽ സർ പങ്കെടുത്തിനോ? യാ, ദേ ഇപ്പൊ നേരം ഫിനിഷ് ആയിട്ടേ ഉള്ളൂ. അപ്പൊ ഓക്കെ സർ, ആ ഫയലും കൂടി ചേർത്ത് അയക്കാം അല്ലേ? ഓക്കെ. ആ പിന്നെ ഞാനിപ്പോ ട്രിപ്പിന് വേണ്ടി പോവാൻ നിൽക്കുവാ. ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് കോൾ ചെയ്യുന്നവരെ ആരും ഇങ്ങോട്ട് വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് ഒന്ന് അറിയിച്ചേക്കിട്ടോ. യാ ഷുവർ സർ. ഓക്കെ, എന്നാ നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇമെയിൽ ആയിട്ട് അയക്കേ. ഓക്കെ സർ. എനി ഹെൽപ്പ്? അല്ല, കൊറേ നേരയില്ലേ എത്തി മിറർ നോക്കി ബുദ്ധിമുട്ടുന്നേ. അതാ ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്താ. ഹലോ, ഞാൻ നിന്റെ എനിമിയാന്ന് വിചാരിച്ച് ഹെൽപ്പ് ചെയ്യാണ്ടൊന്നിരിക്കത്തില്ല. നമ്മള് എനിമീസ് ആണെങ്കിലും. ഓഹോ, അപ്പൊ നിനക്ക് ആ മിറർ എത്തും അല്ലേ? എന്നാ തിരിഞ്ഞു നിന്നേ നോക്കട്ടെ ആ മിററില് എന്റെ ലൂസിനെ എങ്ങനെ കാണുന്നുണ്ടെന്ന്. അപ്പോഴും സമ്മതിച്ചു തരത്തില്ലല്ലേ? അല്ല, നിനക്ക് ആ മിറർ എത്തത്തില്ലെന്ന്. അല്ല, ഏതൊരു ദിവസം അവിടെ ടീപ്പോയി ഉണ്ടായിരുന്നു. ആ ടീപ്പോയി പോയപ്പം നിന്റെ ഹൈറ്റ് കുറഞ്ഞോന്നൊരു ഡൗട്ട്. എന്നാൽ എന്റെ ലൂസി, നീ ഒന്ന് നോക്കിയേ. എനിക്ക് എന്ത് നല്ല ചോയ്സ് അല്ലേ? അല്ല, ലക്ഷക്കണക്കിന് ചേ കോടിക്കണക്കിന് ആൾക്കാർ ജീവിക്കുന്ന ഈ ലോകത്തുനിന്ന് ഞാൻ സെലക്ട് ചെയ്തത് നിന്നെയല്ലേ? എനിക്ക് നിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താന്നറിയോ? അത് പിന്നെ നിന്റെ ഈ ഹൈറ്റാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെ. എന്താടി മോന്ത ഇങ്ങനെ വെച്ചിരിക്കുന്നേ? ഇതില് ട്രോൾ ചെയ്യാൻ എന്തായിരിക്കുന്നു ലൂസി? ഞാന് ശരിക്കും സത്യം പറഞ്ഞേ. ലൂസി, എങ്ങോട്ടേ പോന്നേ? നിക്ക് ലൂസി, നിക്ക്. ഷോ, ടൈം ഇത് എത്രയായി? ജിമ്മിന്റെ എത്രാമത്തെ മിസ് കോൾ ആയത്? ഇവള് ഡ്രസ്സല്ലേ ചേഞ്ച് ചെയ്യാൻ പോയത്, അല്ലാതെ കല്യാണത്തിന് ഒരുങ്ങാനൊന്നല്ലോ. എന്തോരം ടൈമാ. ഇതിനെക്കാട്ടും എളുപ്പം വീട്ടിലേക്ക് പോണം തന്നെയായിരുന്നു. വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങുമ്പോ നേരം വെക്കും വിചാരിച്ചിട്ടാ ഇവിടെ തന്നെ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞേ. ഇതിപ്പോ എത്ര ടൈമായി, ഞാൻ പോലും റെഡി ആയിട്ടില്ല. അവക്കാണെങ്കിൽ ഡ്രസ്സ് മാറി ഒരുങ്ങിട്ടൊക്കെ വരാൻ പറ്റുമോ? പക്ഷെ ഇതിനാ പറയുന്നേ, ഒറ്റൊരു കാരണത്തിനാ പറയുന്നേ കല്യാണം കഴിക്കരുതെന്ന്. ഇതേ ഞാൻ സിംഗിൾ ആണെങ്കിൽ ഇവളൊക്കെ വെയിറ്റ് ചെയ്യേണ്ട ഒരാവശ്യമില്ലായിരുന്നു. അങ്ങനെ തന്നെ പോയാ മതിയായിരുന്നു. ഇതിപ്പോ എത്ര നേരം വെച്ചാ ഇവക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നേ? ക്ലാരാ, വന്നയ്യേ, എത്ര നേരായിട്ട്. എന്നാ അഴകടാ. ഞാൻ എന്തോന്നത്? ഓ കമോൺ കിം, അവള് നിന്റെ എനിമിയാ. ഈയിടെയായിട്ട് നീ അത് മറക്കുന്നുണ്ട്. അല്ല, എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവള് എങ്ങനെയൊക്കെ വന്നു നിന്നാ ഞാൻ എന്റെ എനിമിയാന്ന് മറന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അത് പിന്നെ ആദ്യം നീ വിട്ടു നിന്നിട്ട് സംസാരിക്കേ. ഈ പ്രാന്തൻ എപ്പോഴാ പ്രാന്തളകാന്ന് ഈ പ്രാന്തൻ എന്നെ അറിഞ്ഞൂടാ. അങ്ങനെയല്ല, ഈ പ്രാന്തനോടൊന്ന്
അതിനാണെങ്കിൽ അവനോട്ട് സമ്മതിക്കുന്നില്ല. എനിക്കാണെങ്കിൽ ആകെ കൂടെ കുടുങ്ങിയല്ലോ കേം. കേം ഈ നിമിഷം നിമിഷം വേണ്ട, അത് കുറച്ച് കൂടിപ്പോയി. ഈ സെക്കൻഡ് മുതല് നീ അവളെ അവോയ്ഡ് ചെയ്തോ. അതാ നിനക്കും നിന്റെ സേഫ്റ്റിക്കും നല്ലത്. എന്റെ ചാലഞ്ചില് ഞാൻ ഒരിക്കലും തോക്കാൻ പാടില്ല. കർത്താവേ കാത്തോളണേ. എങ്ങോട്ടായി ഓടുന്നേ? ആരെന്ത് വിചാരിച്ചാ എനിക്കെന്താ? ഞാൻ പോയി വല്ലവരെയല്ലേ എടുക്കുന്നേ? എന്റെ വൈഫിനെയല്ലേ? ഏയ് ഇല്ല, മറന്നിട്ടില്ല. അത് ഓർമ്മയിലുള്ളതുകൊണ്ടാ എങ്ങനെ എടുക്കുന്നേ. അല്ലേലും എന്റെ വെറുപ്പ് അതെങ്ങനെ കാണിക്കണം എന്നുള്ളത് യെസ്, ദാറ്റ്സ് മൈ ഗേൾ. അപ്പോ ഞാൻ എന്റെ വെറുപ്പ് കാണിക്കട്ടെ. എന്താ വൈഫി, ഞാൻ എന്റെ വെറുപ്പ് കാണിച്ചോട്ടെ? അത് പറ്റത്തില്ല. എന്റെ വെറുപ്പ് എങ്ങനെ കാണിക്കണം എന്നുള്ളത് എന്റെ ഇഷ്ടമെന്ന് നീയല്ലേ പറഞ്ഞേ. ഞാൻ എന്റെ വെറുപ്പാ ഈ അടുത്ത് നിൽക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇറക്കത്തില്ല. പോവണല്ലോ, പോവാൻ വേണ്ടിയല്ലേ നമ്മള് റെഡി ആയിട്ട് നിൽക്കുന്നേ. അങ്ങനെ എന്റെ അടുത്ത് രക്ഷപ്പെടാൻ പറ്റത്തില്ല കേട്ടോ. നീ ഇന്നലെ തന്നെ പാക്ക് ചെയ്തതൊക്കെ ഞാൻ എന്റെ 2 കണ്ണോണ്ട് കണ്ടതാ. സോ ഇപ്പൊ നിനക്ക് പ്രത്യേകിച്ചും പാക്കിംഗ് ഒന്നുമില്ല. സോ പെൻഡിങ് ഉള്ള എന്റെ വെറുപ്പില്ലേ, അതൊന്ന് കാണിക്കണായിരുന്നു. അതിന് ഞാൻ എപ്പോഴാടി കളിയാക്കിയേ? ഞാന് നിന്നെ പുകഴ്ത്തി പറയല്ലേ ചെയ്തേ. അല്ലടി, എനിക്ക് ഹൈറ്റ് ഉള്ളവരെ അത്ര ഇഷ്ടല്ല. എനിക്കിഷ്ടം ദേ നിന്നെ പോലെ ക്യൂട്ടായിട്ട് ബാർബി ഡോളിനെ പോലെ കയ്യിലെടുത്ത് നടക്കാൻ പറ്റിയ ആളെയാ. അതേന്നെ, നീ എന്റെ എനിമി ആണെങ്കിലും നിന്നെ കാണാൻ എന്നാ ക്യൂട്ടാന്നറിയോ. പക്ഷെ ലൂസി, ഒരു കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ. നീ ആള് ഞാനുള്ള പോലെ ക്യൂട്ടാണെങ്കിലും വെയിറ്റ് ഉണ്ടല്ലോ, അത് അപാര വെയിറ്റാ. കാണുന്ന പോലൊന്നല്ല. ആഹാ, അതങ്ങ് പള്ളി പോയി പറഞ്ഞേച്ചാ മതി. എടുത്തു നിൽക്കുന്ന എനിക്കറിയത്തില്ലേ വെയിറ്റ് ഉണ്ടോ ഇല്ലയോന്ന്. നീ ഇവിടം വരെ വരുന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. എന്തായാലും വന്നത് നന്നായി. ഇന്നത്തോടെ ഈ നിമിഷത്തോടെ നീ എന്റെ ലൈഫിൽ നിന്ന് എന്നേക്കുമായിട്ട് പുറത്തു പോയിരിക്കും. അത് പിന്നെ എന്തേ എന്തേലും പറഞ്ഞായിരുന്നോ? ഡൗട്ടോ? എന്ത് ഡൗട്ട്? സിദ്ധു, കാമോൺ, നീ ചെയ്യുന്നത് വലിയ തെറ്റാ. അവളെ ഇഗ്നോർ ചെയ്യാൻ വേണ്ടി നീ മീനോട് ഇങ്ങനെ ചെയ്യുന്നത് വലിയൊരു തെറ്റാ. നിനക്കോ ശ്രീജനായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ അവളെ തീർക്കണം,
അല്ലാതെ അവളെ ഇഗ്നോർ ചെയ്യാന്ന് പറഞ്ഞ് നീ വെറുതെ ഇതിലേക്ക് മീനെ വലിച്ചിടരുത്. ബിക്കോസ് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഫീലിങ്സ് ഉണ്ട്. ആരെ ഫീലിങ്സ് വെച്ചും ഒരിക്കലും കളിക്കരുത്. ഹലോ മിസ്റ്റർ ഡോൺ ഡോക്ടർ. ആ പറ. ഹലോ ഡോൺ, ഞാൻ എന്താ പറയാൻ? നിങ്ങളല്ലേ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ. ദേ ഒന്ന് പറയുന്നുണ്ടെങ്കിൽ വേഗം പറയോ. എനിക്കിന്ന് ട്രിപ്പ് ഒക്കെ പോകാനുള്ളതാ. ഞാൻ ആദ്യം പറഞ്ഞതല്ലേ എന്റെ ഫ്രണ്ട്സ് ഒക്കെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്നേ. വേഗം പറഞ്ഞിരുന്നെങ്കിൽ എനിക്കിന്ന് പോവായിരുന്നു. അത് പിന്നെ താങ്ക്സ്. താങ്ക് യു മിയ. You are always welcome. കൈ സൂപ്പർ. അല്ല അത് കൈ. അതല്ലേ പറഞ്ഞേ, സൂപ്പർ ആയിട്ടുണ്ട്. ആളെ കാണാൻ മല്ലിപ്പിടുത്തത്തിന് പോണ പോലെ ഉണ്ടെങ്കിലും കൈ ബേബിനെ പോലെ സോഫ്റ്റാ. അതല്ല അത് പിന്നെ കൈ വിട്ടിരുന്നെങ്കിൽ എനിക്ക്. അയ്യോ സോറി സോറി. അത് പിന്നെ ഇറ്റ്സ് ഓക്കെ. എന്തോന്ന് നീ അത്? നാറി നാറി അവന്റെ മുന്നിൽ നാറി. അവൻ എന്നെ പറ്റി എന്താ വിചാരിച്ചിട്ടുണ്ടാവാ? ഇനി ഒന്നും ആലോചിക്കണ്ട. കണ്ണ് പൊട്ടി ഭയം പറഞ്ഞ് ഒറ്റപ്പോക്ക് പോയേക്ക്. അതാ നിനക്ക് നല്ലത്. എന്നാ ഓക്കേ ബൈ, പിന്നെ കാണാം. മിയ മിയ. എന്നോട് കൊൽമീന് സീന് സീന് അതൊട്ടാലെല്ലാം സീന് മാന എന്നോട് ഇത് ഞാൻ വിചാരിച്ച പോലെയാ. Something wrong. ഇന്നലെ ഇതിനൊരു end ഉണ്ടാക്കിയേ പറ്റൂ. സിദ്ധു. ആ ഇറങ്ങിയോ നിങ്ങള്? അതെ ഡാഡ്, ഡ്രൈവർ വിളിച്ചായിരുന്നു. വന്നോണ്ടിരിക്കാന്നാ പറഞ്ഞേ. പിന്നെ ഓഫീസിന്റെ അവിടേക്ക് എല്ലാവരോടും എത്താനും പറഞ്ഞിട്ടുണ്ട്. അതാ ഇപ്പൊ തന്നെ ഇറങ്ങിയാലല്ലേ എല്ലാരും എത്തുന്ന മുന്നേ അവിടെ എത്താൻ പറ്റൂ. അതാ. അത് ശരി. അല്ലേലും ഏടെങ്കിലും പോകുമ്പോഴേ ഒരു 10 മിനിറ്റെങ്കിലും മുന്നേ ഇറങ്ങണം. അപ്പോഴേ ടൈം കറക്റ്റ് ആവൂ. ജെയ്സൺ ബ്രോ. ആ ലൂസി. അല്ല, ലയ എവിടെ? റൂമിൽ എവിടെയും അവളെ കാണുന്നില്ലല്ലോ. അത് പിന്നെ അവള് ചർച്ചിലേക്ക് പോയതാ. എന്റെ പൊന്നേ, എപ്പോ പോയതാ? ഇതുവരെയായിട്ട് എത്തിയില്ലേ? ഹേയ് ഇല്ലല്ലയ, ഞാനിപ്പോ വിളിച്ചായിരുന്നു. അവളെന്തോ നേർച്ചയിലെന്നാ പറഞ്ഞേ. അതാ കുറച്ച് കഴിയുമ്പോ എത്തിക്കോളും. നിങ്ങളെന്നാ ചെല്ല്, സമയായില്ലേ? ചേടാ, ചേച്ചി വരാൻ വൈകുവോ? ചേച്ചിനോട് പറഞ്ഞിട്ട് പോവാന്ന് കരുതി. അയ്യോ, അവളെ വെയിറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വൈകത്തില്ലേ? നിങ്ങൾ പോ, ഞാൻ പറഞ്ഞോളാന്നേ. അല്ല, അപ്പോ നിഷക്കുട്ടിയോ? നിഷക്കുട്ടി അവള് നല്ല ഉറക്കാ. റൂമില് തൊട്ടിലിട്ടേക്കുവാ. ഓ, അത് ശരി. നേരത്തെ അങ്കിൾ ഉറക്കുന്ന കണ്ടായിരുന്നു. അപ്പോ ആൾ ഉറങ്ങിയല്ലേ? അതെടാ. എന്നാ ഓക്കേ ബ്രോ, ചേച്ചിനോട് പറഞ്ഞേ കേട്ടോ. ഞങ്ങള് പോയിട്ട് വരേ. ഓക്കെ ലൂസി. അങ്കിൾ, ഞങ്ങള് പോയിട്ട് വരേ. ഓ ശരി മോളെ, നോക്കി പോട്ടോ. ജിം സൂക്ഷിച്ചു കൊണ്ടുപോട്ടോ. ഓക്കെ ഡാഡ്. അവിടെ റീച്ച് ആയടനെ ഡാഡിനെ മെസ്സേജ് അയക്കട്ടോ. ഓക്കേടാ. ഡ്രൈവറിനോട് പതുക്കെ പോവാൻ പറയും. തിരക്കൊന്നുമില്ല, നാളെ അവിടെ എത്തിയാലും മതി. ഡ്രൈവർമാര് പെട്ടെന്ന് എത്തിക്കണം വിചാരിച്ചിട്ടെ സ്പീഡിലൊന്നും എടുക്കണ്ടെന്ന് പറയും. നല്ല തിരക്കുള്ള സമയാ. ഓക്കെ ഡാഡ്. പിന്നെ റിസോർട്ടിലുള്ളവരും അടുത്തുള്ള എല്ലാവരും കോൺടാക്ട് നമ്പർ തന്നിട്ടില്ലേ? എന്തെങ്കിലും ഇഷ്യൂ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അവരെ കോൺടാക്ട് ചെയ്യട്ടോ. അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡാഡിനെ വിളിച്ചോ. ഡാഡി വിളിച്ച് പറഞ്ഞോളാം. ഓക്കെ ഡാഡ്. എന്നാ ഞങ്ങൾ പോയിട്ട് വരാട്ടോ. മമ്മീനോടും പറഞ്ഞേക്കേ. ഓക്കേടാ, നോക്കി പോട്ടോ. താങ്ക്സ്. താങ്ക് യു മിയ. മിയ മിയ. എന്താ പീറ്റർ, നീ വിളിച്ചായിരുന്നോ? എന്ത് വിളിച്ചായിരുന്നോന്നോ? ദേ കടന്ന് അലറുമായിരുന്നു. അല്ല നീ ഇതെവിടെയാ? അത് പിന്നെ ഞാനേ നമ്മള് ട്രിപ്പ് പോണ സ്ഥലത്തിനെ പറ്റി ഇങ്ങനെ ഇമാജിനേഷൻ ചെയ്യായിരുന്നു. അതാ നീ വിളിച്ചത് ശ്രദ്ധിക്കാണ്ടിരുന്നേ. എന്നാലും വല്ലാത്തൊരു ഇമാജിനേഷൻ ആയിപ്പോയി. സോറിടാ. അല്ല ലൂസിനെ വിളിച്ചായിരുന്നോ? അവര് എത്താനായോ? കുറച്ചു മുന്നേ വിളിച്ചപ്പം വന്നോണ്ടിരിക്കാന്നാ പറഞ്ഞേ. അപ്പോ കിമ്മും ക്ലാരിയോ? അവരും അവരെ കൂടെ ഉണ്ടത്രേ. രണ്ട് ടീംസും ഒരുമിച്ചാ വരുന്നേ. അത് ശരി. അല്ല പീറ്റർ, ഞാനൊരു ഡൗട്ട് ചോദിച്ചാ നീ പറയോ? ചോദിക്കടി. എന്താ? അല്ല, ഈ സിദ്ധു ഇല്ലേ? സിദ്ധു? ഏത് സിദ്ധു? എടാ, നീ അപ്പത്തേക്ക് മറന്നോ? സിദ്ധാർത്ഥ് ശ്രീനിവാസൻ, സാറിന്റെ ചേട്ടൻ.
ഓ, അവനെ പറ്റിയാണോ ചോദിച്ചേ? അല്ല, ഇത്രയും കൊല്ലം പരിചയമുള്ള എനിക്ക് തന്നെ അവന്റെ ഫുൾ നെയിം അറിഞ്ഞൂടാ. നിനക്കെങ്ങനെ അവന്റെ ഫുൾ നെയിം അറിയാം? അത് പിന്നെ അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഹോസ്പിറ്റലിൽ ഇന്റർവ്യൂ അന്ന് പോയപ്പോ അവിടുത്തെ നേഴ്സ് കൊച്ചു പറഞ്ഞതാ. അതാ. അല്ല, ഇപ്പോ നിന്റെ ഡൗട്ട് എന്താ? അത് പറ. അത് പിന്നെ സിദ്ധാർത്ഥിനെ. സിദ്ധാർത്ഥിനെ? എടി ബാക്കി പറ. സിദ്ധാർത്ഥിനെ? ഓ, ഇതാണോ നിന്റെ ഡൗട്ട്? ബാക്കിയുള്ളതോ? അത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. എന്നാലും അറിഞ്ഞത് വെച്ച് പറയാം. അല്ല, അറിയാമല്ലെന്നിട്ട് ചോദിക്കുവാ. നീ ഇപ്പൊ എന്തിനാ സിദ്ധാർത്ഥിന്റെ കാര്യത്തില് ഇത്ര ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കുന്നേ? നിനക്ക് എന്തിനാ ഇതൊക്കെ അറിയുന്നേ? മതി മതി, ഓർ ഉരുളണ്ട. നിനക്കിപ്പോ എന്താ അവന്റെ ഫാമിലിനെ പറ്റി അറിയണം, അത്രയല്ലേ ഉള്ളൂ? എന്നാ പറയാം കേട്ടോ. അവൻക്ക് കൂടെ പറഞ്ഞത് ഒറ്റൊരനിയത്തിയാ, അത് അസാറ. അല്ല, അത് കൂടാതെയും വേറെ ഒരനിയത്തിയും രണ്ടനിയന്മാരുണ്ട്. പക്ഷേ അത് രണ്ടാനമ്മന്റെ മക്കളാ. നിക്ക്, കഥ ഫുള്ളായിട്ട് പറയട്ടെ, എന്നാലല്ലേ മനസ്സിലാവോ? അതായത് സിദ്ധുന്റെ അമ്മ ക്രിസ്ത്യനും സിദ്ധുന്റെ അച്ഛൻ ഹിന്ദു ആയിരുന്നു. അവർ രണ്ടരും ലവ് മാരേജ് ആയിരുന്നു. അങ്ങനെ അവർ ലൈഫ് ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ സിദ്ധുനൊരു 5 വയസ്സും സിദ്ധുന്റെ അനിയത്തിക്ക് 2.5-3 അറിയത്തില്ല കറക്റ്റ്. അങ്ങനെ ചെറിയ 2 മക്കളായിരുന്നു. അന്നേരം ഇവരച്ഛൻ വിദേശത്ത് പണിക്ക് പോവാന്ന് പറഞ്ഞ് പോയിട്ടെ അവിടുന്ന് ഏതോ ഒരു സ്ത്രീനെ, അതായത് സിദ്ധുന്റെ രണ്ടാനമ്മേനെ അവിടുന്ന് പരിചയപ്പെട്ട് അവിടുന്ന് സ്നേഹിച്ച് അവിടുന്ന് തന്നെ കല്യാണം കഴിച്ച് ഒരു കുട്ടിയായിട്ട് നാട്ടിലേക്ക് വന്ന്. അത് സിദ്ധുന്റെ അമ്മയ്ക്ക് താങ്ങാൻ പറ്റിയില്ല. കാരണം അവരെ ചതിച്ചതാണല്ലോ. അതൊന്നും നമുക്കറിയത്തില്ലല്ലോടി. അങ്ങനെ സിദ്ധുന്റെ അച്ഛൻ ആ പെണ്ണിനെയും കുട്ടീനെയൊക്കെ കൊണ്ടുവന്ന സമയത്ത് സിദ്ധുവിന് വെറും 5 വയസ്സായിരുന്നു. സിദ്ധുവിന്റെ അനിയത്തി ചെറിയ കുഞ്ഞും. അങ്ങനെ ഈ 2 മക്കളെയും വെച്ച് അവരമ്മ ഒരു 2-3-4 മാസം കുറെ സ്ട്രഗിൾ ചെയ്ത് അങ്ങനെ അവരമ്മയ്ക്ക് അവരച്ഛൻ ചതിച്ചത് താങ്ങാൻ പറ്റാതെ ഒരു ദിവസം അവരവരെ ജീവനൊടുക്കി. അന്ന് മുതല് സിദ്ധുന്റെ അച്ഛനോട് സംസാരിക്കാണ്ടായി. അവന് അവന്റെ അച്ഛൻ എന്ന് പറയണത് പോലും വെറുപ്പായിരുന്നു. അച്ഛനോട് മാത്രല്ല കേട്ടോ, രണ്ടാനമ്മനോടും രണ്ടാമനമ്മന്റെ പിള്ളേരോടും പിന്നെ അച്ഛൻ അമ്മമ്മ, സോറി അവന് അമ്മമ്മ ഇല്ല, അച്ഛമ്മ. അങ്ങനെ അച്ഛന്റെ ഫാമിലിനെ ടോട്ടലായിട്ട് അവൻ വെറുക്കാൻ തുടങ്ങി. ആ കൂടെ അവൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് അവന്റെ അനിയത്തി സാറിനെ മാത്രാ. അതെ മിയ, എനിക്ക് ബാക്കി എന്തൊക്കെയാന്ന് അറിയത്തില്ല. പക്ഷെ അറിഞ്ഞോടത്തോളം ഇങ്ങനെയാണ് അവന്റെ കഥ. അവനെ അച്ഛനെന്ന് പറഞ്ഞ തീരെ ഇഷ്ടമില്ല. ആ വീട്ടിൽ ആൾക്കൂടെ അവൻ സംസാരിക്കുന്ന പറഞ്ഞ അത് സാറിനോട് മാത്രാ. പിന്നെയും കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ട് അവന്റെ രണ്ടാനമ്മന്റെ ഇളയ മോനുണ്ടല്ലോ, അവനായിട്ട് നല്ല ബോണ്ടിങ് ഉണ്ടെന്ന്. അത് മാത്രമേ അറിയത്തുള്ളൂ. അതെ മിയ, അതാ അവനെ ആരെ നോക്കിയാലും ഒന്ന് സ്മൈല് പോലും ചെയ്യാതെ ഏതു നേരവും മോന്തയും കറുപ്പിച്ച് വെച്ചോണ്ടിരിക്കുന്നേ. അല്ലേലും ഒരാള് വില്ലൻ ആവുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തില് അവർക്ക് അത്രത്തോളം മുറിവുകൾ കിട്ടിയിട്ടുണ്ടാവുന്നല്ലേ. പിന്നെ അവന്റെ രണ്ടാനമ്മ, ആ തള്ളക്കാണെങ്കിൽ അവനോട് ഒരു താരി പോലും സ്നേഹമില്ല. ചെറുപ്പത്തിലൊക്കെ അവനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പറയണതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. എനിക്കും സങ്കടമുണ്ട്. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? അവരുടെ ലൈഫ് അങ്ങനെ ആയിപ്പോയി. നമുക്ക് മാറ്റി എഴുതാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് മാറ്റി എഴുതായിരുന്നല്ലോ. എനിക്കും എന്റെ അച്ഛന്റെ അമ്മന്റെയും വാത്സല്യം കിട്ടി വളർന്ന പ്രായത്തില് അതൊന്നും കിട്ടിയില്ല. എന്നെ എന്റെ അമ്മയും അച്ഛനും കൂടെ ഹോസ്റ്റലിലാക്കി എങ്ങോട്ടോ വിദേശത്തുനിന്ന് പറഞ്ഞു പോയതാ. പിന്നെ 2 പേരും
ഇങ്ങനെ എമോഷണൽ ആവുന്നേ? ദേ നിനക്ക് വേണ്ടി ഞാനും ലൂസിയും അങ്ങനെ എല്ലാരും ഇല്ലേ, പിന്നെന്താ? അല്ലടാ, കണ്ണില്ലാത്തവർക്കല്ലേ കണ്ണിന്റെ വില അറിയോ? അതേപോലെ പാരന്റ്സ് ഇല്ലാതെ വളർന്നവർക്കല്ലേ അതിന്റെ വിഷമം എത്രത്തോളാണ്, അതിന്റെ ആഴം എത്രത്തോളം മനസ്സിലാവോ? അങ്ങനെ നോക്കുമ്പോ അവനെ മതി മതി, നിന്റെ കണ്ണൊക്കെ കലങ്ങുന്നുണ്ട്. ഇനി അവന്റെ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കണ്ട. നീ വിട്, നമ്മള് ട്രിപ്പ് പോവാ. ഇങ്ങനെ കരഞ്ഞു മെഴുകിട്ടൊന്നും ട്രിപ്പ് പോയിട്ട് കാര്യമില്ല. നീ ഒന്ന് കൂളാവ്. മിയ, അറിയോ ഓക്കെ? എന്നാ ഒന്ന് ചിരിക്കടി. ഇതാണ് എന്റെ മിയ. നോക്ക്, ഇനി ഒരിക്കലും ഞാൻ നിനക്ക് ആരില്ലെന്ന് പറഞ്ഞ് ഫീൽ ചെയ്യരുത്. നിന്റെ അമ്മമ്മ മാത്രല്ല, നിനക്ക് വേണ്ടി ഞാനും ലൂസിയും ലയേച്ചിയും എന്റെ ഫാമിലിയും ജിമിനും കിമ്മും ക്ലാരിയും അങ്ങനെ കൊറേ പേരുണ്ട്. മനസ്സിലായോ?